ഷാമി, ആലപ്പുഴ ചേർത്തലയിൽ ആശയുടെ കാമുകൻ രതീഷ്, ഇവർ രണ്ടുപേരും പോലീസ് പിടിയിലായി. ആശ ഭർത്തൃമതിയാണ്, അവർ പ്രസവിച്ചു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവ് രതീഷാണ് എന്ന് പറഞ്ഞിട്ടാണ് രതീഷിനെയും കൂടെ അറസ്റ്റ് ചെയ്തത്. ആ കുഞ്ഞിനെ ചോരക്കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് രതീഷ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇത് ഭർത്താവിനും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്, ഇവർ ഗർഭിണിയാണെന്നുള്ളത്. ആശാവർക്കറാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ആ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ രതീഷിന്റെ കുഞ്ഞാണ് എന്നുള്ളതാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഗർഭം അലസിപ്പിക്കാൻ എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയോളം മറ്റോ രതീഷിന്റെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രസവ സമയത്ത് ആശുപത്രിയിൽ കൂട്ടിരുന്ന മറ്റൊരു യുവാവുണ്ട്. ആ യുവാവ് വന്നിട്ട് പറയുന്നു, ഞാനാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ ഞാനാണ്. അപ്പൊ ആശ എല്ലാരെയും കൂടെ ആശയക്കുഴപ്പത്തിലാക്കി കളഞ്ഞു. രതീഷ് അകത്തുമായി, രതീഷ് കൊന്നിട്ട് രതീഷ് അകത്തായി. യഥാർത്ഥ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് വേറൊരു യുവാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പെട്ടത് രതീഷാണ്. ആശയ്ക്ക് പണി കൊടുത്തത് ഈ ആശയാണ്. അക്രഡിറ്റഡ് സോഷ്യൽ എന്നാണ് ആശാ വർക്കറുടെ പൂർണ്ണ രൂപം. അവര് പുതിയ അമ്മമാരെ പഠിപ്പിക്കുവാൻ വേണ്ടി വീടുകളിൽ എത്താറുണ്ട്. പുതിയ അമ്മമാർ, അതായത് പ്രസവിച്ച അമ്മമാര് വീട്ടിലെത്തുമ്പോൾ ഈ ആശാ വർക്കർമാര് വീട്ടിലെത്തി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കും. ഓഗസ്റ്റ് 26-ാം തീയതി ഈ ആശാ വർക്കർ അല്ല, ഈ നമ്മുടെ നായിക ആശ കുഴപ്പം, ആശമാരൊക്കെ കുഴപ്പം. അപ്പോ പിന്നെ ആശ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഗസ്റ്റ് 26-ന് അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. അവിടെ മനോജ് എന്ന പേരിൽ രതീഷ് അവിടെ ഉണ്ടായിരുന്നു. മനോജ് എന്നാണ് അദ്ദേഹം അവിടെ ആശുപത്രിയിൽ കൊടുത്തത്. മനോജ് എന്ന് പറഞ്ഞാൽ ആശയുടെ യഥാർത്ഥ ഭർത്താവാണ്. അപ്പൊ മനോജായിട്ട് രതീഷ് അവിടെ അഭിനയിച്ച് തകർത്തു. ഓഗസ്റ്റ് 31-ാം തീയതി ഈ കുഞ്ഞിനുമായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നാണ് ഈ ആശാ വർക്കർമാർക്ക് പുതിയ അമ്മമാരുടെ കണക്ക് കിട്ടുന്നത്, അവരുടെ പ്രദേശത്തെ പുതിയ അമ്മമാരുടെ കണക്ക് കിട്ടുന്നത്. മനോജിനും അറിയായിരുന്നു ആശ ഗർഭിണിയാണ് എന്നുള്ള കാര്യം. മനോജ് പറഞ്ഞു, എൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ വരാൻ, കുഞ്ഞുമായിട്ട് വരാൻ പാടില്ല. അങ്ങനെയാണ് ഈ രതീഷിനെ ആശ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. രതീഷിനോട് പറയുന്നത് നിന്റെ കുഞ്ഞാണ്, നീ ഇതിനെ കൊണ്ടുപോകണം എന്ന നിർദ്ദേശപ്രകാരമാണ് ഇവർ കൊടുത്തുവിടുന്നത്. അതിൽ ആശ 2 മൊഴിയാണ് പറയുന്നത്. തൃപ്പൂണിത്തുറയുള്ള ഒരു ദമ്പതിമാർക്ക് കൈമാറാനാണ് താൻ കുഞ്ഞിനെ കൊടുത്തു വിട്ടത്, അല്ലാതെ കൊല്ലാനല്ല. രതീഷ് കൊലപ്പെടുത്തിയതാണെന്നാണ് പറയുന്നത്. ഇയാൾ ഇത് കൊണ്ടുപോയി. രണ്ടാണെങ്കിലും പോലീസ് പറയുന്ന മൊഴി ആശ രതീഷിനോട് കൊലപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രതീഷ് കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി വെക്കുന്നത് വരെയും ആശ ഉറങ്ങാതെ കാത്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോലീസ് ഇതിന്റെ കേസിന്റെ വ്യാപകമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയപ്പോൾ അവിടെ മറ്റൊരു യുവാവും ആശയുടെ സുഹൃത്ത് എന്നുള്ള ബന്ധു എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. അയാളെ പിടിച്ച് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഈ കുഞ്ഞ് രതീഷിന്റെ അല്ല, മനോജിന്റെ അല്ല, ഇതിന്റെ അച്ഛൻ ഞാനാണ് എന്ന് പറഞ്ഞു. ചിരിക്കാൻ പാടില്ല. 2 ചോര കുഞ്ഞിനെ കൊന്ന കേസാണ്. അപ്പൊ ഈ രതീഷിനോട് ആശ പറഞ്ഞത്, പിന്നെ ഇത് എന്താ, ഗർഭം നീ കാരണമാണ് ഞാൻ ഗർഭിണിയായത്, ഗർഭം അലസിപ്പിക്കണം, അതിന് പണം വേണമെന്ന് പറഞ്ഞ് 2 ലക്ഷത്തോളം രൂപ രതീഷിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. ഈ കുഞ്ഞുമായി രതീഷിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈ യുവാവും പിന്നെ ആശയും കൂടെ ആലപ്പുഴ ബീച്ചിൽ പോയിരുന്നു. രതീഷിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കുഞ്ഞുമായിട്ട് ഇവർ ബീച്ചിൽ പോയിരുന്ന് സംസാരിച്ചിരുന്നു. അവിടെ പോയിരുന്നു സംസാരിച്ചിരുന്നു, ഇത് എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരുന്നു. ഇതിന് ശേഷം മടങ്ങിപ്പോയ ആശയാണ് രതീഷിന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ പിന്നെ എന്താ പറയാ, അടി കൊടുക്കേണ്ട കേസാണ്. നിങ്ങൾ ആരുടെ കൂടെയോ ജീവിക്കുകയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്തു. ഒരു ഒരു ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നുള്ളത് തീർത്തും തെറ്റായ കാര്യമാണ്. നിങ്ങൾക്കാണ് ഇനി ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തത്. ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള ഒന്നും അറിയാത്ത ഒരു ചോര കുഞ്ഞിനെ കൊന്നുകളയുക, അതിനെ കൊണ്ടുപോയി കുഴിച്ചിടുക. എന്നിട്ട് തൃപ്പൂണിത്തുറ വരെ പോലീസ് അന്വേഷിച്ചിട്ടും
കണ്ടെത്തിയില്ല. ആശ പറഞ്ഞ കഥ കള്ളത്തരമാണെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ രതീഷിനെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും അതോടുകൂടി ബോഡി കുഴിച്ചെടുക്കുകയും ചെയ്തത്. എത്ര കുഞ്ഞുങ്ങളായി ഇപ്പോ? അതേ ആലപ്പുഴയിലല്ലേ ഡോണയും തോമസും. അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരി ഒന്നും അറിയാതെ പോയി പെട്ടുകൊടുത്ത അകത്താ. അശോകൻ അങ്ങനെ എന്തോ പേര്. ഞാനത് വിട്ടുപോയി. നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. അതിപ്പോ എന്താ, അതും ഇതുപോലെ. അത് പിന്നെ കുഞ്ഞിനെ എങ്ങനെയാ കൊടുത്തേ? അത് പിന്നെ ഇതിൽ കൂടി എയർ ഹോളിൽ കൂടെ എടുത്തു കൊടുത്തു കുഞ്ഞിനെ കവർ കെട്ടിയിട്ട്. ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു? ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നത് നരഹത്യയാണ്. നരഹത്യ എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് ഒന്നും അറിയാത്തൊരു കുഞ്ഞ്, ഒരു പിഞ്ചു കുഞ്ഞ്. ഇപ്പൊ ഒരെണ്ണം കണ്ടോ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്കൂൾ ബാഗിൽ ഒരു കുഞ്ഞ് അവിടുത്തെ മേൽപ്പാലത്തിൽ ഒരു ബാഗ്, ഉപേക്ഷിക്കപ്പെട്ടൊരു ബാഗ് കണ്ടെത്തി. പിന്നെ ബാഗ് ഉപേക്ഷിക്കപ്പെട്ടത് കണ്ടെത്തിയപ്പോൾ അവിടെ പരിശോധന നടത്തിയപ്പോൾ പരിശോധനയിൽ ആ ഒരു ആൺകുഞ്ഞ്, അതും ഒരു ആൺകുഞ്ഞിനെ ഇതിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അമ്മത്തൊട്ടിലുണ്ടല്ലോ, അവിടെ അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി വെക്കണമെന്നേ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ പ്രവർത്തികളൊക്കെ കുഞ്ഞുങ്ങൾ വളരത്തില്ലേ? പിന്നെ അതിനെ ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തും. അതിനെ ആരെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ, നല്ല ജീവിത സാഹചര്യത്തിൽ ആരെങ്കിലും, കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതിമാർ ഈ നാട്ടിൽ. നമ്മളിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ഇതിന്റെ ഈ വന്ധ്യതയ്ക്ക് ചികിത്സ നൽകുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ദമ്പതിമാരെ അവിടെ കാണാൻ, ഒരുപാട് പേരെ കാണാൻ സാധിക്കും. ഇവിടുത്തെ അമ്മത്തൊട്ടിലെ അമ്മമാരെ എത്രയോ പേര് സമീപിക്കുന്നുണ്ട്. എത്രയോ പേര് ആപ്ലിക്കേഷൻ ഈ ശിശു സംരക്ഷണ വകുപ്പിൽ കൊടുക്കുന്നു, കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ്. എത്രയോ പേര് വരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ നല്ല രീതിയിൽ പിന്നെ അവിടെ നിന്ന് ദത്തെടുത്ത് കൊണ്ടുപോയി നല്ല രീതിയിൽ വളരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അമ്മത്തൊട്ടിലിന്റെ മക്കളായി അവിടെ ജീവിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അവിടെ ഒരു എന്താ പറയുക, ഒരു പ്ലേ സ്കൂള് പോലെ. അവിടെ ഓട്ടവും ബഹളവും, അവിടെ അതുങ്ങളവിടെ ഓടിക്കളിച്ച് നടക്കുന്നു. അത് നിങ്ങൾ അമ്മ ആരാന്നോ അച്ഛനാണെന്നോ ഒന്നും അറിയില്ല. പലതും ഇവിടുത്തെ പിന്നെ വിദ്യാർത്ഥിനികളുടെ മക്കളാണ് പലതും. അത് അവരും പറയുന്നുണ്ട്, അമ്മത്തൊട്ടിലെ അമ്മമാരും പറയുന്നുണ്ട്. ഇവിടുത്തെ പല വിദ്യാർത്ഥിനികൾക്കും ഉന്നത കുടുംബത്തിൽ ജനിച്ചിട്ടും ഇത്തരം കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാർത്ഥിനികളുടെ മക്കളാണ് ഇവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചത് കൊണ്ട് അതൊരു ക്രൈം അല്ല. പക്ഷെ അവർക്ക് അതിനുശേഷം ഇവർക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നം കാരണം ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടും. ഈ ശാരീരിക പ്രശ്നം ഉണ്ടാവുമല്ലോ, ശരീര പ്രശ്നം ഉണ്ടാവും. ഈ മുലപ്പാലൊക്കെ കെട്ടിക്കിടന്ന് പ്രശ്നം ഉണ്ടാവും. ശരീര പ്രശ്നം അത് ഗുരുതരമാണ്. പിന്നെ മാനസിക സമ്മർദ്ദവും ഗുരുതരമാണ്. അപ്പൊ വീട്ടുകാരങ്ങനെ ചികിത്സയ്ക്കൊക്കെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. ഇത് എന്തിനാണ്? നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ അതിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചാൽ പോലും അത് വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ജീവിതം വളരെ ഇതല്ലേ, ചോദ്യചിഹ്നമല്ലേ? എപ്പോഴും അതിന്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നം. എന്റെ അമ്മ ആരാണ്, അച്ഛൻ ആരാണ്? ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന അമ്മയും അച്ഛനും എന്റേതല്ല, എന്റെ സ്വന്തമല്ല. എന്റെ അമ്മയും അച്ഛനും മറ്റാരോ ആണോ, അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ത്വര അതെപ്പോഴും ഉണ്ടാവില്ല. ഒരു ചോദ്യചിഹ്നം ആ കുഞ്ഞിന്റെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ? അതല്ലേ ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തി. അത് വ്യാപകമായിട്ട് ഇതിങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നേ. വ്യാപകമായിട്ട് കുറെ പേര് അമ്മത്തൊട്ടിൽ കൊണ്ടേൽപ്പിക്കുന്നു. ഇത് കുറെ പേര് ഇങ്ങനെ കൊന്നു കളയുന്നു, കവറിൽ കെട്ടുന്നു, കുഴിച്ചിടുന്നു. ഇതൊക്കെയാണ്. പോലീസ് അത് കണ്ടുപിടിക്കാനുള്ള ചിന്ത വരുന്നില്ല. പോലീസ് കണ്ടുപിടിക്കുന്ന ഒരു ചിന്ത ഇവർക്കില്ല. പോലീസ് കണ്ടുപിടിക്കും. സ്വന്തമായി പ്രസവം എടുക്കുന്നേ, സ്വന്തമായി യൂട്യൂബ് ഒക്കെ നോക്കി പ്രസവിക്കുന്നു. യൂട്യൂബ് നോക്കി എറണാകുളത്തെ വിദ്യാർത്ഥിനി പ്രസവിച്ചത് സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കിയാണെന്ന്. യൂട്യൂബ് നോക്കി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാ യൂട്യൂബ് നോക്കിയാ പ്രസവിച്ചത്. യൂട്യൂബിൽ എങ്ങനെ പ്രസവിക്കാമെന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അത് നോക്കി പ്രസവിച്ചു. പ്രസവിച്ച ശേഷമാണ് അത് ആ കുഞ്ഞുമായിട്ട് ആ റൂമിനകത്തിരുന്നത്. ഏതാ എറിഞ്ഞു കൊന്ന കേസല്ല, ഹോസ്റ്റൽ റൂമിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചായിരുന്നു. 18 വയസ്സേ ഉള്ളൂ പെൺകുട്ടിക്ക്. അതും പെൺകുട്ടി 18 വയസ്സായി 19ാമത്തെ വയസ്സാവുന്നതേ ഉള്ളൂ. 18ാമത്തെ വയസ്സിൽ, ഈ 18 വയസ്സിന് മുമ്പായിരുന്നെങ്കിൽ പോലീസ് പിന്നെ ആ യുവാവ് ഏറ്റെടുത്തു, ആ പെൺകുട്ടിയെ ഏറ്റെടുത്തു. പെൺകുട്ടിയെ ഏറ്റെടുത്തില്ലെങ്കിലും 18 വയസ്സിന് മുമ്പായിരുന്നെങ്കിൽ അവനെതിരെ പോക്സോ എടുത്തേനെ. 19 വയസ്സ് കറക്റ്റ് ആയതുകൊണ്ടാണ് അത് നോക്കി പോലീസ് കണക്ക് കൂട്ടി അത് എടുക്കണ്ട എന്നുള്ള മാനുഷികപരമായിട്ട് ആ കുട്ടിയെ അയാൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ട് അയാൾക്ക് തന്നെ വിട്ടുകൊടുത്തു. ചെറിയ പെൺകുട്ടികൾക്കാണ് ഈ അബദ്ധം പറ്റുന്നത്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. ഇതിപ്പോ ഇവള് ക്രിമിനലാണ്, ഈ ആശ.
അവള് ക്രിമിനലാണ്. അവളുടെ കയ്യിൽ നല്ല ഒന്നാന്തരം ക്രിമിനൽ അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരുത്തനെ പറ്റിച്ച് അവന്റെ ആണെന്ന് കുഞ്ഞെന്ന് പറഞ്ഞു കൊടുത്ത് അവനിൽ നിന്ന് 2.5 ലക്ഷം രൂപയും തട്ടി അവനെ കൊണ്ടൊരു കൊലപാതകം ചെയ്യിച്ചു. അവന് ജീവിതമില്ലാതെ അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥമായി. അവന് പിന്നെ അനാഥവാദം പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രവൃത്തിയല്ലേ ചെയ്ത്. ഒരു കുഞ്ഞിനെ കൊന്നില്ലേ, വെറുതെ ഒന്നുമല്ലല്ലോ. ഒരു കുഞ്ഞിനെ വാക്ക് കേട്ടിട്ട് പെണ്ണിന്റെ വാക്കും കെട്ടിയിട്ട് ഒരു കുഞ്ഞിനെ തട്ടി പിന്നെ കുഴിച്ചുവിട്ട് വെച്ചിട്ട് അവന്റെ ജീവിതം പോകുന്ന തന്നെ നല്ലത്. അവനൊന്നും ഇവിടെ ഈ നമ്മൾ ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ജീവൻ എടുക്കാൻ ഒരാളുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. അത് എന്താ പറയുക, ഇപ്പൊ സുപ്രീം കോടതി പോലും വധശിക്ഷകളെല്ലാം കൂട്ടത്തോടെ റദ്ദാക്കിക്കൊണ്ടിരിക്കുക. വധശിക്ഷയ്ക്ക് വിധിച്ച കേസുകളെല്ലാം സുപ്രീം കോടതി ഇപ്പൊ മിക്കവാറും ഒട്ടുമിക്ക കേസുകളും സുപ്രീം കോടതി അവിടെ നിന്ന് റദ്ദാക്കി വിടുക, വധശിക്ഷ വേണ്ടെന്ന് പറഞ്ഞു വിടുക. വധശിക്ഷ ഒരു കാടൻ മാർഗമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വധശിക്ഷ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ചിന്തയിലാണ് ഇപ്പൊ സുപ്രീം കോടതി പോലും വധശിക്ഷ വിധിക്കുന്നത്. അതും കൊടും ക്രിമിനലുകളുടെ വധശിക്ഷയ്ക്കായി എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊടും ക്രിമിനലുകളുടെ വധശിക്ഷ സുപ്രീം കോടതി ഒഴിവാക്കുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും ഇത് നമുക്ക് ആശയുടെ അക്രമം ശരി.